ആത്മഹത്യ ചെയ്യാൻ വരെ പോയതാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം കണ്ടുവച്ച സാധനം പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആസിഡ് എടുത്ത് വെച്ചു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോൾ 30 ടിക്കറ്റ് വിറ്റ് 4000 റുപ്യാണ് വാടക. നാളെ ഡേറ്റാണ്. അങ്ങനെയായി അങ്ങനെ കിടക്കുമ്പോണ്ട് കൃഷ്ണൻ ഇങ്ങനെ കളിക്കുന്നു. ഹരേ കൃഷ്ണ, നമസ്കാരം. ഇന്ന് ശ്രേഷ്ഠ വചനങ്ങളില്ലാട്ടോ. ശ്രേഷ്ഠ വചനങ്ങളെക്കാൾ അതിമധുരമുള്ള ഒട്ടേറെ അനുഭവ കഥകളുമായിട്ടാണ് കേട്ടോ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ടീം അംഗങ്ങൾ വന്നിട്ടുള്ളത്. ആത്മഹത്യയുടെ വക്കിൽ നിന്നും സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഒരമ്മയെ രക്ഷിച്ചതും ശ്രീകൃഷ്ണ ഭഗവാൻ ഒരമ്മയ്ക്ക് ദർശനം നൽകിയതുമെല്ലാം ഇന്നത്തെ ഈ ശ്രേഷ്ഠമായ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നതാണ്. മുഴുവനായി തന്നെ കാണുക. പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചു നൽകുക. കാരണം ഇതേപോലെയുള്ള അനുഭവ കഥകൾ കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക എന്നത് വളരെ വിരളമാണ്. ശരി, അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഈ അനുഭവ കഥകൾ കേട്ടുകൊള്ളുക. ഞാൻ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ആത്മഹത്യ ചെയ്യാൻ വരെ പോയതാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം കണ്ടുവച്ച സാധനം പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഇല്ല. ഒന്നാമത്തെ അനുഭവമാണ് അത്. അങ്ങനെ പല പ്രാവശ്യം പലതും പല സാഹചര്യത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ ഉണ്ടായിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എന്താ തോന്നാറ്? ഇവിടെ വരുമ്പോൾ എന്തോ ഒരു പറയാൻ പറ്റൂല, അത്രയും വലിയൊരു മനസ്സിനും എല്ലാ സന്തോഷം. അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു പിന്നെ സന്തോഷമാണ്, നല്ല സന്തോഷം. ഞാൻ കുറേ കാലം അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഒരു നല്ല ജീവിതം കിട്ടൂല. അപ്പൊ ഭഗവാൻ കൂടെ ഉണ്ട്, പിന്നെ എപ്പോഴും കൂടെ ഉണ്ട്. ഓരോ ചെറിയ ചെറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ, അതാണ് ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ട്. കുറച്ച് പരീക്ഷിക്കെങ്കിലും കൂടെ അവസാനം അത് നമുക്ക് അനുകൂലമായിട്ടുണ്ടാവും. ഇവിടെ എന്തായിരുന്നു എടുത്ത് വെച്ച്? ആസിഡ് എടുത്ത് വെച്ചു. ഞാനതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരുപാട് സ്വത്തും എല്ലാതും ഉണ്ട്, ഷീറ്റും അങ്ങനെ റബ്ബർ തോട്ടം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഷീറ്റ് അടിക്കാനായിട്ട് ഒരു പേരുണ്ട്. അപ്പോൾ അവിടെയാണ് ആസിഡും എല്ലാ സാധനങ്ങളും വയ്ക്കുക. അപ്പോൾ ഞാൻ മനസ്സ് മടുത്തപ്പോൾ ഞാൻ തലേ ദിവസമൊക്കെ പോയി റെഡിയാക്കി കണ്ടുവച്ചു. പിറ്റേ ദിവസം ഒരു സന്ധ്യയാകുമ്പോൾ ഞാൻ പോയി ചെന്ന് നോക്കുമ്പോൾ എങ്ങും തിരഞ്ഞിട്ട് കണ്ടില്ല. ഏകദേശം ഒരു ഇരുട്ട് വരെ തിരഞ്ഞു നോക്കി. മരിക്കണ മനുഷ്യന് എന്താ ഇപ്പോൾ പേടി? അങ്ങനെയൊന്നും വിടൂല. പിന്നെ ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലേ. അതെ അതെ, ഭഗവാൻ ഒരു വട്ടെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും. അത് വലിയൊരു അനുഭവം തന്നെ അല്ലേ. ഇപ്പോഴും വരാൻ പറ്റുന്നുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ സ്ഥലം? നിലമ്പൂര് ജില്ല. അപ്പൊ എങ്ങനെയാ വരിക? മാസത്തിലോ? അങ്ങനെ ഇപ്പൊ കൊറേ വയസ്സായി, നടക്കാനൊന്നും വയ്യല്ലോ. അപ്പൊ ഇപ്പൊ ഒരു 5-6 മാസമായി വന്നിട്ട് മക്കള് കാറിൽ കൊണ്ടുവന്നതാണ്. അതല്ലേ, വലിയ സന്തോഷം ഉണ്ടാവൂലോ. എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ പറയാനുള്ള അനുഭവം ആത്മഹത്യ ചെയ്യാൻ പോയതൊന്നും പറയാനില്ല. ഇവിടെ വരുമ്പോ എന്താ തോന്നാറ്? ഭഗവാന്റെ അടുത്ത് തൊഴുമ്പോ നമുക്ക് എന്തോ ഒരു മനസ്സിന് നല്ലൊരു സംതൃപ്തി കിട്ടും. പണ്ടൊക്കെ എല്ലാ മാസം വർഷത്തിലൊരു 2-3 പ്രാവശ്യമെങ്കിലും വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എപ്പോഴെങ്കിലുമൊക്കെ മക്കൾ വരുമ്പോൾ വരികയെന്നാണ്. ഭഗവാനെ ഇത്ര ഇഷ്ടമാണ്. അതെ, കൂടെ ഉണ്ട്. ഇപ്പം വയ്യാത്തൊരിഷ്ടം. ഇപ്പം ഉള്ളിൽ കയറാൻ തൊഴാൻ പറ്റാത്ത, കയറി തൊഴാൻ പറ്റിയില്ല. അതൊരു വിഷമം. എന്നാലും പുറത്തുണ്ട്. നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാൽ തന്നെ എല്ലായിടത്തും ഉണ്ട് ഭഗവാന്റെ സാന്നിധ്യം. എന്നെങ്കിലും തൊഴുത് പോരാലോ വന്ന ഉള്ളിൽ കയറാൻ കഴിയൂലെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് അറിയാം. അത്രയ്ക്ക് തിരക്കായിരിക്കും. എന്നാലും വന്നപ്പോ തന്നെ സന്തോഷമായി. അപ്പൊ മനസ്സ് സന്തോഷമായിട്ടല്ലേ കൂടെ? അതെ, അതെ, ആയിട്ടില്ല, സമയമായിട്ടില്ല. വൈശാഖമൊക്കെ കഴിഞ്ഞ് വൈശാഖ മാസമായ കാരണം നല്ല തിരക്ക് കൂടുതൽ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. നല്ല എത്താൻ പറ്റിയല്ലോ. നീ എങ്ങനെ പോവാ? എന്താ അനുഭവം തോന്നിക്കുന്നത്? എന്തെന്നെ ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷം കഴിഞ്ഞ്. അപ്പം അങ്ങനെ പോണ ഓരോരോ
സഹായം കൊണ്ട് പോകുന്നുണ്ട്. എവിടെയാ അപ്പൊ നാട് എവിടെയായിരുന്നു? നാട് കോഴിക്കോടാ. ഞാൻ കോഴിക്കോട് പോയി വന്നിട്ടേ ഉള്ളൂ. അതെ. ഭഗവാന്റെ അടുത്ത് വരുമ്പോ എന്താ തോന്നാറ്? ഇവിടെ നിന്നെ മോള് കൂട്ടിക്കൊണ്ടുപോയി, ആ എന്നിട്ട് ഇവിടെ തന്നെ എത്തി. ആ എങ്ങനെ എത്തിയേ? എനിക്ക് ഇവിടെയാണ് ഇഷ്ടം തോന്നിയിട്ട് ഇവിടെ തന്നെ എത്തി. എത്തി. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ്, കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പം 30 ടിക്കറ്റ് വിറ്റ് 4000 റുപ്യാണ് വാടക. ആ നാളെ ഡേറ്റാണ്. അങ്ങനെ അങ്ങോട്ട് പോണ്. ഗുരുവായൂരപ്പൻ എല്ലാ കാര്യങ്ങളും നടത്തി തരും. നടത്തിത്തരും. എന്തെങ്കിലും മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ ഇവിടെ സ്റ്റേജിലാണ് കിടന്നത്. എന്തായാലും ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്, കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. അതൊന്ന് സന്ദർഭം ഒന്ന് പറയാമോ? അതിപ്പോൾ ഞങ്ങൾ അന്നൊക്കെ കിടത്തേന് ഇവിടെ കൊറോണൻ്റെ മുമ്പെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്ഥലം എടുക്കാനൊന്നും വീടൊന്നും എടുക്കാൻ സ്ഥലമില്ല, അങ്ങനെ പൈസ ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടൊക്കെ അങ്ങനെ കുടിക്കൂ. അങ്ങനെ ഞാൻ അങ്ങനെ കിടക്കണം. ഉറക്കൊന്നും വരില്ലല്ലോ, പരിപാടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക സ്റ്റേജിൽ. ഇപ്പം തീരെ കിടത്തുന്നില്ല, അടിപിടിയൊക്കെ ആയിട്ട് പെണ്ണുങ്ങൾ. അങ്ങനെയായി ഞാൻ അങ്ങനെ കിടക്കുമ്പോണ്ട് കൃഷ്ണൻ ഇങ്ങനെ കളിക്കുന്നു കണ്ടിട്ട് ഇങ്ങനെ പോയി. അതൊരനുഭവമുണ്ട്, വലിയ അനുഭവമാണ്. ഉറക്കത്തിൽ അങ്ങനല്ല, ഞാനിങ്ങനെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒന്ന് കണ്ണു മാളിയപ്പോൾ കൃഷ്ണൻ വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നു. അപ്പോൾ ഞാൻ ഉറന്നു നോക്കുമ്പോൾ പിന്നെ കാണുന്നില്ല. നമ്മളെ ഇതേ വേഷം തന്നെ, അങ്ങനെ സാധാരണ വേഷം തന്നെ. ഒരനുഭവം. അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ തോന്നൂല എനിക്ക്. പോയാലും മോള് എത്രയോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടേ എനിക്ക് ഇവിടെ തന്നെ എത്തണം. അതെല്ലാവരും പറയുന്നുണ്ട്, ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാലേ കൃഷ്ണൻ ഇവിടെ തന്നെ എത്തിക്കും. അതൊരനുഭവം. അപ്പോൾ ഗുരുവായൂരപ്പ കിടക്കലായി, ആരുമില്ല. ഗുരുവായൂരപ്പ ഞാൻ മരിക്കുകയാണല്ലോ, എന്താ ചെയ്യുക ഗുരുവായൂരപ്പ എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വേഗം ഇത് സുഖമായി, രക്ഷപ്പെട്ട്. മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വേഗം എനിക്ക് സുഖമായി. അതുകൊണ്ട് സൂക്കടായി ഇപ്പം അങ്ങനെ കിടക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആരോഗ്യം ഉണ്ടാവട്ടെ. അത് തന്നെ. ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മക്കളാരും നോക്കൂല, കുടുംബങ്ങൾ നോക്കൂല. ഇപ്പം ചെറിയ ആങ്ങളേൻ്റെ മോളെ കല്യാണം ഉണ്ടായിട്ട് ഞാൻ വെള്ളം കുടിക്കാതെ 30 ടിക്കറ്റ് ഇട്ടാൽ 200 റുപ്യ ഉണ്ടാവുള്ളൂ. അതിൽ 3 ചായ, സോപ്പ്, വെളിച്ചെണ്ണ, വൈകുന്നേരത്തെ ഭക്ഷണം. ഗ്യാസില്ലേന്, അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങണം. അങ്ങനെയായി 12,000 റുപ്യ ഞാൻ കൊടുത്തു. അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു ഇന്നലെ, പിന്നെ ലീലച്ച് എങ്ങനെ ചേച്ചി ഒപ്പിച്ചെന്ന്. ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിക്കാതെ എൻ്റെ മകൾക്ക് പൊന്നു കൊടുത്തതാ, 10 പവൻ്റെ സ്വർണം. എന്തെങ്കിലും കൊടുക്കണ്ടേ, ഒക്കെ നടത്തി വന്നു. ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ടിക്കറ്റ് എടുത്തു. ഗുരുവായൂരപ്പൻ സഹായിച്ചാൽ മതി എന്നും ഞങ്ങൾ പറയൂ. പ്രാർത്ഥിച്ചാൽ നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പ പ്രാർത്ഥിച്ചിട്ടാണ് വരിക. അതുകൊണ്ട് ഞങ്ങൾക്ക് സഹായമല്ലോ, അത് മതി. ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ അനുഗ്രഹം മതി. പരിപൂർണമായും വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ എന്നും ഒരു ആശ്രയമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവങ്ങൾ? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും ഇതേപോലെയുള്ള അനുഭവ കഥകളും ശ്രീകൃഷ്ണ അനുഭവങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് എഴുതി അയക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങളത് ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ അത് വായിച്ച് മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിക്കുന്നതാണ്. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള കൂടുതൽ അനുഭവ കഥകളും അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.